ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ത്രി നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 18-ാം അധ്യായം 6-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. നമ്മളുടെ ഭാഗവതം ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ശ്രീ വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതസ്മി. സമ്മാനനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 18-ാം അധ്യായം ശ്ലോകം 6. അധ്യായം 18 ശ്ലോകം 6. പുരാ സൃഷ്ടാഹ്യോഷധയോ ബ്രഹ്മണായാ വിശമ്പതേ പൂജ്യമാനാ മയാ ദൃഷ്ട അസദ്ഭിരധൃതവ്രതൈഃ. പുരാ പണ്ട് മുമ്പ് സൃഷ്ടാഹ സൃഷ്ടിക്കപ്പെട്ടു. ഹി ഓഷധയോ ഓഷധികൾ. ഓഷധികൾ എന്ന് വെച്ചാൽ ചെടികൾ, സസ്യങ്ങൾ എന്നർത്ഥം. ഓഷധയോ ബ്രഹ്മണ ബ്രഹ്മാവിനാൽ യാതൊരു ഓഷധികൾ സൃഷ്ടിക്കപ്പെട്ടുവോ. ഹേ വിശാംബതേ സംബോധനയാണ്, രാജാവേ എന്ന്. ഭുജ്യമാനാമയാ ദൃഷ്ടാഹ. ഭുജ്യമാനാഹ ഭുജിക്കപ്പെടുന്നവനായിട്ട് മയാ ദൃഷ്ടാഹ എന്നാൽ കാണപ്പെട്ടു. അസദ്ഭിഹി അധൃതവ്രതൈഹി അസത്തുക്കളായ അധൃതവ്രതന്മാർ, വ്രതം അനുഷ്ഠിക്കാത്തവർ, ജീവിതത്തിന് കൃത്യമായ ഒരു ചിട്ടയോ നിഷ്ഠയോ ഇല്ലാതിരിക്കുന്നവരാണ് അവ്രതന്മാർ. ഒരു വ്രതവും അനുഷ്ഠിക്കാറില്ല, ഒരു ചിട്ടയും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ജീവിക്കുന്നവരായ, കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരായ അസദ്ഭിഹി അസത്തുക്കളാൽ ഭുജ്യമാന അനുഭവിക്കുന്നു ഈ സസ്യങ്ങൾ എന്ന് മയാ ദൃഷ്ട എന്നാൽ കാണപ്പെട്ടു എന്നും ഭൂമി പറയുക. അപ്പൊ ഇന്ന് എന്താ രാജാവ് ചെയ്യേണ്ടതെന്ന് ഭൂമി പറയാൻ പോവാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഭൂമിയിൽ വേണ്ട വിധത്തിൽ സസ്യങ്ങളൊന്നും വിളഞ്ഞുണ്ടാവാത്തത് എന്നുള്ളതിന്റെ കാരണം, പണ്ട് ബ്രഹ്മാവ് എല്ലാ ചെടികളുടെയും സസ്യങ്ങളുടെയും ബീജം ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അതിന് ആധാരമായതുകൊണ്ട് എൻ്റെ കഴിവുകൊണ്ടും ശക്തി കൊണ്ടും അതിനെ വളർത്തി പരിപോഷിപ്പിച്ച് എല്ലാ ജനങ്ങൾക്കും അന്നം ഉപയോഗിക്കാൻ പാകത്തെ ഞാൻ ആക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ കൊടുക്കുന്ന സത്തായ വസ്തുക്കളൊക്കെ അസത്തുക്കളായ അസജ്ജനങ്ങളാൽ, അനുഷ്ഠാനങ്ങൾ ഇല്ലാത്തവരാൽ ഭുജ്യമാനാഹ ഭുജിക്കപ്പെട്ടു തുടങ്ങി. അതെനിക്ക് ഞാൻ കണ്ടറിഞ്ഞു. ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നുന്നു. ഈ ലോകത്തിന് മനുഷ്യർക്ക് ശ്രേയസ്സുണ്ടാകാൻ ആഗ്രഹിച്ച് തന്നെയാണ് ബ്രഹ്മാവ് ഈ ഭൂമിയിൽ എന്നിൽ ബീജങ്ങൾ നിക്ഷേപിച്ചത്. അത് വളർന്ന് പന്തലിച്ച് എല്ലാവർക്കും ഉപയോഗിക്കാൻ പാകത്തിനാക്കുക എന്നുള്ള എൻ്റെ കടമയുമായി. പക്ഷെ അതിനെ അസത്തുക്കൾ അതിക്രമിച്ച് കടന്ന് ഇല്ലായ്മ ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ കണ്ടപ്പോൾ പുരാസൃഷ്ടാഹ്യോഷധയോ ബ്രഹ്മണായ വിശമ്പതേ ഭുജ്യമാനാമയാ ദൃഷ്ട അസദ്ഭിരധൃതവ്രതൈഃ. വിശാംബതേ യാഹ ഓഷധേഃ ബ്രഹ്മണ പുരാ സൃഷ്ടാഃ താഹ അധൃതവ്രതൈഃ അസദ്ഭിഃ ഭുജ്യമാനാഃ മയാ ദൃഷ്ടാഃ.
പുരാ സൃഷ്ടാഹ്യോഷധയോ ബ്രഹ്മണായ വിശമ്പതേ ഭുജ്യമാനാ മയാ ദൃഷ്ട അസദ്ഭിരധൃതവ്രതൈ. പുരാ സൃഷ്ടാഹ്യോഷധയോ ബ്രഹ്മണായ വിശമ്പതേ ഭുജ്യമാനാ മയാ ദൃഷ്ട അസദ്ഭിരധൃതവ്രതൈ. അപാലിതാനാദൃതാ ച ഭവദ്ഭക്ലോകപാലകൈ ചൗരീഭൂതേധലോകേഹം യജ്ഞാർത്ഥേ അഗ്രസമോഷധീ. അപാലിത അനാദൃത ച, പാലിക്കപ്പെടാത്തവരും ആദരിക്കപ്പെടാത്തവരുമായി, അപാലിതാഹ രക്ഷിക്കാത്തവരായിട്ട് ആദരിക്കാത്തവരായിട്ട്, ഭവദ്ഭിഹി ലോകപാലകൈഹി ലോകപാലകന്മാരായ, ലോകത്തെ പാലിക്കുന്നവരായ, ലോകപാലകന്മാരായ ഭവാന്മാരാൽ, നിങ്ങളാൽ ഈ ഭൂമി പാലിക്കപ്പെടാത്തതും ആദരിക്കപ്പെടാത്തതുമായി തീർന്നു. നിങ്ങൾ എന്ന രാജാക്കന്മാരെ ഉദ്ദേശിച്ച്, ഒരു പക്ഷെങ്കിൽ പൃഥുവിന്റെ പിതാവായ വേരനെ തന്നെ ഉദ്ദേശിച്ചാണ് പറയുക. അദ്ദേഹം ലോകപാലന്മാരുടെ കഴിവുള്ളവനാണ്, ലോകത്തെ പാലിക്കേണ്ടവരാണ്, പ്രജാപതിയാണ്, ഭൂപതിയാണ്. അങ്ങനെയുള്ളവരെ ഈ ലോകത്തെ പാലിക്കാതിരുന്നു എന്ന് മാത്രമല്ല, ആദരിക്കുകയും ചെയ്തില്ല. രണ്ടും ചെയ്തു. എനിക്ക് ജീവിക്കാൻ അവസരമുണ്ടാക്കി തന്നു, ജന്മമുണ്ടാക്കി തന്നു, എനിക്ക് കഴിഞ്ഞുകൂടാനുള്ള വായു, ജലം, അഗ്നി ഇവിടെയെല്ലാം ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ഔഷധികളായ സസ്യങ്ങളെല്ലാം കിളിർത്തു വന്നു. അതിൽ നിന്ന് അന്നമുണ്ടാക്കാൻ പറ്റി, നെല്ലുണ്ടായി, കൃഷിയുണ്ടായി, ധാന്യമുണ്ടായി, ഞാൻ സുഭിക്ഷമായി ജീവിക്കാൻ പറ്റുന്നു. ഇത് ഭൂമി തരുന്നില്ല എന്നാണെങ്കിലോ പറ്റില്ലല്ലോ. അപ്പം പാലിക്കപ്പെടാത്തവളും അനാഥതയുമായി തീർന്നു ഞാൻ. ചൗരീഭൂതേഥ ലോകേ അഹം. ചൗരീഭൂതമായ ഈ ലോകത്തിൽ, ചൗരീഭൂതം മോഷ്ടിക്കപ്പെടുക. ചോരൻ കള്ളനാണ്, ചൗര്യം മോഷണമാണ്. ചൗരീഭൂതേ, ഉള്ളതിനെ മോഷ്ടിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. ലോകേ, ലോകത്തിൽ അങ്ങനെ വന്നപ്പോൾ, ലോകത്തിൽ വിളഞ്ഞും ഉണ്ടാക്കിയും കൊടുക്കുന്ന ധാന്യങ്ങളും സസ്യങ്ങളും ഒക്കെ മോഷ്ടിച്ച് കള്ളത്തരം കാണിച്ച് വിനിയോഗിക്കാൻ തുടങ്ങി എന്ന് വന്നപ്പോൾ, യജ്ഞാർത്ഥേ, യജ്ഞത്തിന് വേണ്ടി, അഗ്രഫം ഓഷധീഹി, ഞാൻ ഈ ഓഷധികളെയൊക്കെ വിഴുങ്ങിയെന്നത്. അഗ്രഫം എൻ്റെ ഉള്ളിലാക്കി. ഈ സസ്യങ്ങളും ചെടികളും ലതകളും ഒക്കെ മനുഷ്യന് തിന്നാൻ വേണ്ടി മാത്രമല്ല, യജ്ഞത്തിന് വേണ്ടിയാ. യാഗത്തിൽ ഈ ചെടിവർഗങ്ങളെല്ലാം വേണം, സകല ഔഷധികളും യാഗത്തിൽ വേണം. അപ്പൊ ഇത് ഭൂമിയിൽ ഉണ്ടാകാതിരുന്നാൽ യജ്ഞം നടക്കില്ലല്ലോ. യജ്ഞം നടക്കാതെ വന്നാൽ അതിൻ്റെ പാപം എനിക്കും വരും. അതുകൊണ്ട് യജ്ഞത്തിന് വേണ്ടിയുള്ള ഈ വസ്തുക്കളൊക്കെ ഞാൻ അഗ്രഫം, ഞാൻ ഉള്ളിലടക്കിയത്, ഞാൻ വിഴുങ്ങിയത്. ലോകത്തെ രക്ഷിക്കാൻ ആരും ഇല്ലാണ്ടായി, പ്രജകളെ പരിപാലിക്കാൻ ആളില്ലാണ്ടായി. അപാലിതമായി. ഭൂമിയെ രക്ഷിക്കണം എന്നാലേ പറ്റുള്ളൂ. ഭൂമിയെ നശിപ്പിക്കാനാണ് തുടങ്ങിയതെങ്കിൽ ഞാൻ ഉള്ളത് കൂടി ഉള്ളിലേക്ക് കടക്കും. പശുവിനെ കറക്കണമെങ്കിൽ പുല്ലും വെള്ളവും കൊടുത്ത് അതിനെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ പാല് കറക്കാൻ പറ്റൂ. അതിന് പുല്ലും വെള്ളവും ഒന്നും കൊടുക്കാതെ എല്ലാ ദിവസവും പശുവിൻ്റെ അകത്തിൽ ചെന്ന് പിഴിഞ്ഞ് പാല് കിട്ടിയില്ലെങ്കിൽ അതിന് 4 തല്ലും കൊടുത്തിട്ട് പോരാൻ പുറപ്പെട്ടാലോ? അതുപോലെ ആയി തീർന്നു ഇന്നത്തെ ഭൂമിയുടെ അവസ്ഥ. കാരണം എന്നെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ എന്നിൽ വിളവുകൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഭൂമിയെ ദോഹനം ചെയ്യണം, ചൂഷണം ചെയ്തത്. ദോഹനം ചെയ്യുന്നത് കറക്കുക. ഭൂമിയിൽ നിന്ന് വിഭവങ്ങൾ കറന്നെടുക്കുകയാകും. കറന്നെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഭൂമിയെ പാലിക്കണം, ഭൂരക്ഷ ചെയ്യണം. അത് ചെയ്തിട്ട് വേണം അതിൽ നിന്ന് കറന്നെടുക്കാൻ. അല്ലെങ്കിൽ അത് ചൂഷണമാണ്.
അതാണ് ചൗര്യം. അതുകൊണ്ട് ഈ യജ്ഞാദി കർമ്മങ്ങൾ നടക്കാതിരിക്കാൻ പറ്റില്ല. അത് ചെയ്യാതിരുന്നാൽ ദേവന്മാരെ ആരാധിക്കലാകും. അങ്ങനെ വന്നാൽ ലോകത്തിൽ കള്ളന്മാർ വർദ്ധിച്ചു വരും. അതുകൊണ്ട് യജ്ഞങ്ങൾക്ക് ഉപകരിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഈ ധാന്യാദികളായ സകല സസ്യങ്ങളെയും ഈ ദുഷ്ടന്മാർ നശിപ്പിക്കും എന്ന് കണ്ട് എൻ്റെ ഉള്ളിലേക്ക് അടക്കി വെച്ചിരിക്കുകയാണ്. ഉണ്ട് എൻ്റെ ഉള്ളിൽ കുറെ ഇവർ നശിപ്പിച്ചവർ, ബാക്കി ഞാൻ എൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കാം. അപാലിതാനാദതാച ഭവദ്ഭിർലോകപാലകൈ ചൗരീഭൂതേധലോകേഹം യജ്ഞാർത്ഥ്യഗ്രസമോഷധീം. ലോകപാലകൈഃ ഭവദ്ഭിഃ അപാലിതാഃ അനാദൃതാഃ ച അഹം അഥ ലോകേ ചൗരീഭൂതേ യജ്ഞാർത്ഥേ ഓഷധീഃ അഗ്രസ. അപാലിതാനാദതാച ഭവദ്ഭിർലോകപാലകൈ ചൗരീഭൂതേധലോകേഹം യജ്ഞാർത്ഥ്യഗ്രസമോഷധീഃ. അപാലിതാനാദതാച ഭവദ്ഭിർലോകപാലകൈ ചൗരീഭൂതേധലോകേഹം യജ്ഞാർത്ഥ്യഗ്രസമോഷധീഃ. യജ്ഞാർത്ഥേ അഗ്രസം എന്നാണ്. ആ മുഴുവൻ പറയേണ്ട, ആയുടെ പകുതി പറയാനാണ് അച്ഛനെ വിട്ടേക്കുന്നത്. അപ്പൊ യജ്ഞാർത്ഥ്യഗ്രസം, വെറും ഗ്രസം എന്ന് പോരാ, യജ്ഞാർത്ഥ്യഗ്രസമോഷധീഃ. അപാലിതാനാദതാച ഭവദ്ഭിർലോകപാലകൈ ചൗരീഭൂതേധലോകേഹം യജ്ഞാർത്ഥ്യഗ്രസമോഷധീഃ. നൂനം താവീരുധ ക്ഷീണാഃ മയി കാലേന ഭൂയസാ തത്ര യോഗേന ദൃഷ്ടേന ഭവാൻ ആദാതുമർഹതി. നൂനം നിശ്ചയമായിട്ടും താഹ വീരുധാഹ ആ സസ്യങ്ങൾ ക്ഷീണാഹ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. മൈ എന്നിൽ കാലേന ഭൂയസ വളരെ കാലം കൊണ്ട്, ഭൂയസ വളരെ, ഭൂയസ കാലേന വളരെ കാലം കൊണ്ട്, വളരെ കാലം കൊണ്ട് എന്നിൽ അന്തർഭവിച്ച പോയ, ഞാൻ ഉള്ളിലാക്കി വെച്ച പല ബീജവും ക്ഷയിച്ചു തുടങ്ങി. താഹ വീരുധാഹ ക്ഷീണാഹ മൈ കാലേന ഭൂയസ തത്ര യോഗേന ദൃഷ്ടേന. അവിടെ യോഗമായ ഒരു ദൃഷ്ടി കൊണ്ട്, യോഗേന ദൃഷ്ടേന ഭവാൻ അങ്ങ് ആദാതും അർഹതി, അങ്ങ് സ്വീകരിക്കുവാൻ അർഹിക്കുന്നവനാണ്. അങ്ങയുടെ യോഗശക്തി കൊണ്ട്, യോഗദൃഷ്ടി കൊണ്ട് അങ്ങയ്ക്ക് ഈ നഷ്ടപ്പെട്ടു പോയതോ ഇല്ലാതെ പോകുന്നതോ ആയ സസ്യജാലങ്ങളെയൊക്കെ എന്നിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ അങ്ങയ്ക്ക് സാധിക്കും. അതിന് അങ്ങയ്ക്ക് യോഗ്യതയുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി യത്നിക്കാൻ വേണ്ടത് എന്നെ കൊന്നിട്ട് കാര്യമില്ല. എന്നിൽ പോലും അതിപ്പോൾ ക്ഷയിച്ചു തുടങ്ങി. അപ്പോൾ എന്നെ കൊന്നാൽ അത് കിട്ടുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ക്ഷയോന്മുഖമായ അവസ്ഥയിൽ മാറ്റിയിട്ട് അത് ഉപയോഗിക്കാൻ പാകത്തിന് ആക്കേണ്ട കടമ അങ്ങേക്കാണ്. എന്ത് യോഗം കൊണ്ടാണോ അത് സാധിക്കുന്നത്, അങ്ങനെ കണ്ടെത്തിയ യോഗം കൊണ്ട് ദൃഷ്ടേന യോഗേന ആദാതും ഭവാൻ അർഹതി, സ്വീകരിക്കുവാൻ അങ്ങ് അർഹിക്കുന്നു. നൂനം താവീരുധ ക്ഷീണാമൈകാലേന ഭൂയസാ തത്ര യോഗേന ദൃഷ്ടേന ഭവാൻ ആദാതുമർഹതി. താഹ വീരുധഃ ഭൂയസാ കാലേന മൈ ക്ഷീണാഃ തത്ര ദൃഷ്ടേന യോഗേന ആദാതും ഭവാൻ അർഹതി. നൂനം താവീരുധ ക്ഷീണാ മയി കാലേന ഭൂയസാ തത്ര യോഗേന ദൃഷ്ടേന ഭവാൻ ആദാതുമർഹതി. നൂനം താവീരുധ ക്ഷീണാ മയി കാലേന ഭൂയസാ തത്ര യോഗേന ദൃഷ്ടേന ഭവാൻ ആദാതുമർഹതി. വത്സം കൽപ്പയ മേ വീരാം ഏനാഹം വത്സലാ തവാം ധോക്ഷ്യേ ക്ഷീരമയാൻ കാമാൻ അനുരൂപം ച ദോഹനം. ദോഗ്ധാരം ച മഹാബാഹോ ഭൂതാനാം ഭൂതഭാവനാം അന്നമിപ്സിതമൂർജസ്വദ് ഭഗവാൻ വഞ്ചതേ യതി. വത്സം കൽപ്പയ, കുട്ടിയെ അങ്ങ് കൽപ്പിച്ചുകൊള്ളൂ.
ഭൂമിയിൽ നിന്നും വിഭവങ്ങൾ കറന്നെടുക്കാനാണ് പറഞ്ഞത്. കറക്കണമെങ്കിൽ പശുക്കുട്ടി വേണം. അന്നങ്ങനെയാണ്, ഇന്നിപ്പോൾ വേണമെന്നില്ല. അന്ന് പശുക്കുട്ടിയെ വിട്ട് കുടിപ്പിച്ച് അകിടിൽ നിന്നും ചുരത്തി വന്നെങ്കിൽ മാത്രമേ പാല് കറന്നെടുക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ആണ് ഗീത ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സഹ എന്ന് ഗീതയിൽ പറഞ്ഞതാണ്. കറവക്കാരൻ ശ്രീകൃഷ്ണനാണ്. ഒരു കുട്ടി വേണം. ആ കുട്ടി അർജുനനാണ്. ഉപനിഷത്തുകളാകുന്ന ഗോക്കളാണ്. സർവ ഉപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സഹ സുധീർ ഭോക്താഹ ദുഃഖം ഗീതാമൃതം മഹത്. അവിടെയും വത്സം കൽപ്പയമേ, ഹേ വീര, അങ്ങ് കുട്ടികളെ കൽപ്പിച്ചുകൊണ്ട് ഏന അഹം വത്സലാതവ, യാതൊന്നുകൊണ്ടാണോ ഞാൻ അങ്ങയ്ക്ക് വാത്സല്യമുള്ളവളായിത്തീരുന്നത്. ഏന അഹം വത്സലാതവ, അങ്ങനെ വാത്സല്യമുണ്ടെങ്കിൽ മാത്രമേ മുല ചുരത്തി വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അതിന് കമ്പെടുത്ത് തല്ലിയാലോ അടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അതിനെ തൂത്ത് തലോടി ചൊറിഞ്ഞു കൊടുത്ത് ഇങ്ങനെ പശുവിനെ കിടക്കുന്ന സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. വത്സലാതവ ധോക്ഷ്യേ എന്നർത്ഥം, ഞാൻ അതിനെ കറന്നെടുക്കുന്നു. ധോക്ഷ്യേ ക്ഷീരമയാൻ കാമാൻ, പാലുപോലെയുള്ള കാമങ്ങളെ, ക്ഷീരമയങ്ങളായ കാമങ്ങളെ, അനുരൂപം ച ദോഹനം, അനുരൂപമായ കറവ കൊണ്ട്, ദോഹനം ച പാത്രം, അനുരൂപമായ ഒരു പാത്രത്തിൽ വേണം. പശുവിനെ കറക്കാൻ പശു വേണം, ഒരാൾ വേണം, പശു വേണം, കറവക്കാരൻ വേണം, കുട്ടി വേണം, കറന്നെടുക്കാനുള്ള പാത്രവും വേണം. എങ്കിലേ പാലിലേക്കൊക്കെ എന്താ കറന്നെടുക്കാൻ പറ്റുള്ളൂ. അനുരൂപമായ ഒരു ദോഹനവും, പാല് കറന്നെടുക്കാൻ പാകത്തിനുള്ള പാത്രവും വേണം, ഒരു കുട്ടിയും വേണം, വാത്സല്യം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പാലുപോലെയുള്ള സമസ്ത കാമനകളും ഞാൻ എന്നിൽ നിന്നും കറന്നു തരും അങ്ങയ്ക്ക്. ദോഗ്ധാരം ച മഹാബാഹോ ഭൂതാനാം ഭൂതഭാവന, ഭൂതങ്ങളുടെ ഭൂതഭാവനായ അങ്ങ്, എല്ലാ ഭൂതങ്ങളെയും പരിപാലിപ്പിക്കുന്നവൻ, ഭവിപ്പിക്കുന്നവനായ അങ്ങ്, മഹാബാഹുവായ അങ്ങ്, ഭൂതഭാവന, ഭൂതാനാം ഭൂതഭാവന, മഹാബാഹു രണ്ടും സംബോധനയാണ്. അങ്ങനെയുള്ള അങ്ങ് ദോഗ്ധാരം, ദോഗ്ധാവിനെ, അന്നം ഈപ്സിതം ഊർജസ്വത്, ഊർജസ്വത് ഈപ്സിതം അന്നം, ഊർജമുള്ളതും ബലമുള്ളതും അതേപോലെ ഈപ്സിതം ആഗ്രഹിക്കത്തക്കത്, ഹിതമായത്, അപകടമില്ലാത്തത്, നന്മയുള്ളത്, നല്ലത് എന്നർത്ഥം. അങ്ങനെയുള്ള ഈപ്സിതം ഊർജസ്വത് അന്നം ഭഗവാൻ വാഞ്ചത്തെ യതി, അങ്ങ് ആഗ്രഹിക്കുന്നു എങ്കിൽ, ധോക്ഷി, ഞാൻ ചുരത്തിത്തരാം, കറന്നോളൂ. അങ്ങയ്ക്ക് നല്ല കൈബലമുള്ളവനാണ്. സകല പ്രാണികൾക്കും ആരോഗ്യമുണ്ടാക്കുന്ന അന്നം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഗോരൂപിണിയായ എന്നിൽ നിന്നും അങ്ങ് ഈ അന്നം കറന്നെടുത്തോളൂ. പക്ഷേ അത് കറക്കാൻ ഒരു കുട്ടിയും വേണം, ഒരു കറവക്കാരനെയും വേണം, അതിൻ്റെ പാത്രവും വേണം. ഇതൊക്കെ അങ്ങ് ആഗ്രഹിക്കുന്ന പാത്രം കൊണ്ട്, അങ്ങ് ആഗ്രഹിക്കുന്ന കുട്ടിയെ കൊണ്ട് ഇത് കുടിപ്പിച്ച് അങ്ങ് തന്നെ കറന്നെടുത്തോളൂ. എല്ലാ കാമനകളെയും, പാലുപോലെയുള്ള കാമനകളെ. അപ്പൊ പശുവിൽ നിന്നും പാല് കറക്കുന്ന പോലെ ഭൂമിയിലെ ഓരോ വസ്തുക്കളിൽ നിന്നും അതാത് വിഭവങ്ങളാണ് കറന്നെടുക്കുക. ഇപ്പം എന്താണ്, ഒരു വൃക്ഷത്തിൽ നിന്നും
ആ വൃക്ഷത്തിന്റെ ഫലം കറന്നെടുക്കുന്നത് പോലെ. അതിന് വേണമെങ്കിൽ പാല് എന്ന് വിളിക്കാം. ഇതുപോലെ ഓരോ വസ്തുക്കളിൽ നിന്നും അതാത് വസ്തുവിന് യോജിച്ച കുട്ടികളെ വിട്ട് കറവക്കാരനായ അങ്ങ് യോഗ്യമായ പാത്രത്തിൽ കറന്നെടുത്ത് ധാരാളം പാല് ഓരോ പാത്രങ്ങളിലും ഞാൻ നിറച്ചു തരാം എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പൊ രാജാവിന് സങ്കടമൊക്കെ തീർക്കാനായിട്ട് പോയി. എന്നെ കൊന്നിട്ട് കാര്യമില്ല, ഞാൻ തരാം. എന്നിൽ തന്നെ ഞാനത് എന്താണ് നിറച്ചു വെച്ചിരിക്കുന്നത്. കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി, എങ്കിലും നഷ്ടപ്പെടാത്ത ബാക്കിയൊക്കെ അങ്ങേക്ക് തരാം. പക്ഷെ ഇത്രയും അങ്ങ് ചെയ്യണം. വത്സം കൽപ്പയമേ വീരാം ഏനാഹം വത്സലാതവാം ധോക്ഷേ ക്ഷീരമയാൻ കാമാൻ അനുരൂപം ച ദോഹനം ദോഗ്ധാരം ച മഹാബാഹോ ഭൂതാനാം ഭൂതഭാവനാം അന്നമിഫിതമൂർജസ്വത് ഭഗവാൻ വാഞ്ചതേ യദി. ഹേ ഭൂതഭാവന, മഹാബാഹോ, ഹേ വീര, മേ വത്സല, മേ വത്സം കൽപ്പയ ഏന അഹം തവ വത്സല മേ വത്സം കൽപ്പയ ക്ഷീരമയാൻ കാമാൻ അനുരൂപം ദോഹനം ച ധോക്ഷി. ഈപ്സിതം ഊർജസ്വത് അന്നം ഭഗവാൻ യതി വാഞ്ചത്തെ ക്ഷീരമയാൻ കാമാൻ അനുരൂപം ധോക്ഷി. വത്സം കൽപ്പയമേ വീര ഏനാഹം വത്സലാ തവാം ധോക്ഷേ ക്ഷീരമയാൻ കാമാൻ അനുരൂപം ച ദോഹനം ദോഗ്ധാരം ച മഹാബാഹോ ഭൂതാനാം ഭൂതഭാവനാം അന്നമിഫിതമൂർജസ്വത് ഭഗവാൻ വാഞ്ചതേ യദി. വത്സം കൽപ്പയമേ വീര ഏനാഹം വത്സലാ തവാം ധോക്ഷേ ക്ഷീരമയാൻ കാമാൻ അനുരൂപം ച ദോഹനം ദോഗ്ധാരം ച മഹാബാഹോ ഭൂതാനാം ഭൂതഭാവനാം അന്നമിഫിതമൂർജസ്വത് ഭഗവാൻ വാഞ്ചതേ യദി. ഫമാം ച ഗുരുമം രാജൻ ദേവവൃഷ്ടം യഥാപയാം അവർത്താവപി ഭദ്രം തേ ഉപാവർത്തേത മേ വിഭോ. ഫമാം ച കുരു മാം, മാം ഫമാം കുരു, എന്നെ സമമാക്കി ചെയ്യൂ. ഇപ്പം ഞാൻ ഒരു ഭാഗത്ത് കുന്നാണ്, ഒരു ഭാഗത്ത് മലയാണ്, ഒരു ഭാഗത്ത് കുഴിയാണ്, വേറൊരു ഭാഗത്ത് കുന്നാണ്. ഞാനിങ്ങനെ സമമല്ല, വിഷമമാണ്, സമമില്ലാത്ത അവസ്ഥയാണ്. ഭൂതലം നിരപ്പാക്കണം. നിരപ്പാക്കിയെങ്കിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യമായും അങ്ങ് എന്നെ നിരപ്പാക്കി മാറ്റൂ. ഫമാം കുരു. ദേവവൃഷ്ടം യഥാ പയ, ദേവന്മാരാൽ വർഷിക്കപ്പെടുന്ന വെള്ളം. എന്താണ്? മഴ. ദേവവൃഷ്ടം പയഹ, ദേവന്മാരാൽ പൊഴിക്കുന്ന, വൃഷ്ടി ചെയ്യുന്ന പയഹ, മഴ എന്നർത്ഥം. അത് അപർത്തൗ അപി, അപർത്താവപി, അപ ഋതൗ അപി എന്നാണ്. അപർത്താവപി, അപ ഋതൗ അപി, ഋതു തെറ്റി വരുമ്പോഴും എന്നർത്ഥം. അപർത്തു എന്ന് വെച്ചാൽ ഋതു തെറ്റി വരിക. മഴക്കാലത്ത് മഴ ഉണ്ടാകാതിരിക്കുക, വേനൽക്കാലത്തും മഞ്ഞുകാലത്തും മഴ ഉണ്ടാവുക, അതാണ് അപർത്തു. അപ്പൊ അപർത്തൗ അപി, അപർത്തുവിലും ഋതു തെറ്റി വന്നാലും ഈ എന്താണ് ഋതു കഴിഞ്ഞിരിക്കുന്ന സമയത്തും ഭദ്രം തേ ഉപാവർത്തേത മേ വിഭോ, മേ ഉപാവർത്തേത, എന്നിൽ അത് നിലനിൽക്കണം. ഉപാവർത്തേത, നിലനിൽക്കുക. ഹേ വിഭോ, ഭൂമി പറഞ്ഞു കൊടുക്കുകയാണ്, കുന്നുമലയൊക്കെ കുറെയൊക്കെ ഇടിച്ച് നിരപ്പാക്കി മാറ്റണം. കാരണം മഴ കഴിഞ്ഞാലും ഈ ഭൂമിയിൽ വെള്ളം നിലനിൽക്കണം.
വെള്ളം എന്താ അവിടെ കുന്നിന്റെ മേൽ ഫംഭരിച്ച് നിറച്ചു വെച്ചാൽ അതിൻ്റെ അകത്ത് മാത്രമേ വെള്ളം നിറയുന്നുള്ളൂ എന്ന് വന്നാൽ ഈ താഴെ ഭൂമി കൃഷി ചെയ്യാൻ പറ്റാതാവും. എന്ന് മാത്രമല്ല, മല ഇടിഞ്ഞു വീണ് വെള്ളപ്പൊക്കമുണ്ടായി കൃഷിയും വീടും നശിക്കുകയും ചെയ്യും. ഇത്ര കാലം മുമ്പ് ഭൂമി നമുക്ക് പറഞ്ഞു തന്നാണ്. ഇതാരെങ്കിലും കേട്ടോ? ഭാഗവതം പഠിച്ചെങ്കിൽ ഇത് അറിയാൻ പറ്റും. ഭാഗവതത്തിൽ ഭക്തി മാത്രമേ ഉള്ളൂ, അത് വേദാന്ന് മാറ്റിവെക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുക? എങ്ങനെ കൃഷി ചെയ്യണം എന്ന് ഭാഗവതം പഠിപ്പിക്കുകയാണ്. ആദ്യം ഭൂമി നിരപ്പാക്കണം. നമ്മൾ അങ്ങനെ ചെയ്യാം. ഉഴുതു മറിച്ച് അല്ല കിളച്ച് മറിച്ച് നിരപ്പാക്കി വലിയ വലിയ കുന്നുകളൊക്കെ ഇടിച്ച് നിരപ്പാക്കി ലെവലാക്കിയതിന് ശേഷം കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ആക്കിയാൽ ഈ ഭൂമിയിലേക്ക് പതിക്കുന്ന വെള്ളം അവിടെ തന്നെ തളം കെട്ടി നിലനിൽക്കും, പോവില്ല. അതുകൊണ്ടാണ് അവർത്താവപി ഉപാവർത്തേത നിലനിൽക്കും മേ എന്നിൽ ഹേ വിഭോ ഭദ്രം തേ, അങ്ങേക്ക് മംഗളം ഉണ്ടാകട്ടെ. അപ്പൊ അങ്ങൊരു കാര്യം ചെയ്യണം. ആദ്യം ചെയ്യേണ്ട ഭൂമിയെ സമമാക്കി മാറ്റണം. മഴവെള്ളം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കണം. ഋതു കഴിഞ്ഞാലും വെള്ളം ഉണ്ടാവണം. മഴക്കാലം കഴിഞ്ഞാലും ഭൂമിയിൽ നനവുണ്ടാവണം. ഇപ്പൊ മഴക്കാലത്ത് പോലും ഭൂമിയിൽ നനവില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അഥവാ കൃഷി ചെയ്താൽ വിളയില്ല, അഥവാ വിളഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലെ പെട്ടെന്ന് കൃഷിക്ക് നാശം ഉണ്ടാകും, അല്ലെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകും, അല്ലെങ്കിൽ മലയിടിഞ്ഞ് അവിടെ കൃഷി മുഴുവൻ നശിച്ചു പോകും. ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ കൃഷിക്ക് നാശം ഉണ്ടാവാം. അത് പരിഹരിക്കാൻ വേണ്ടി ആദ്യം അങ്ങ് ഭൂമിയെ സമനിലയിലാക്കണം. എന്നിട്ട് ഋതു കഴിഞ്ഞാലും ഭൂമിയിൽ വെള്ളം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവർത്തൗ അപി മേ ഉപാവർത്തേത, അവർത്തവിലും എന്നിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് അങ്ങേക്ക് അന്നം വേണം എന്നാണെങ്കിൽ വെള്ളം ഉണ്ടാവണം. ഏത് വെള്ളം? മഴവെള്ളം തന്നെ. മഴവെള്ളത്തിൽ നിന്ന് അന്നം ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഭൂമിയുടെ ഉപരിഭാഗത്തെ സമനിലയാക്കി മാറ്റണം. ഇന്ദ്രനാണ് മഴ പൊഴിക്കുന്നത് എന്നാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെ മഴ പൊഴിച്ചു കഴിഞ്ഞ് ഋതു കഴിഞ്ഞാലും ആ വെള്ളം ഈ കൃഷിക്ക് ഉപയുക്തമാകത്തക്ക മട്ടിൽ ഭൂമിയിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഏത് കാലത്തും കൃഷി ചെയ്യാം. കാരണം എന്താ? ഭൂമിയിൽ നനവുണ്ടാവും, അടിയിൽ വെള്ളം ഉണ്ടാവും. ഇന്നതില്ല, വെള്ളം താഴേക്ക് വറ്റി ഉണങ്ങിപ്പോയിരിക്കുകയാണ്. അങ്ങനെ ആയാലേ കൃഷി ചെയ്ത് അങ്ങേക്ക് മംഗളം ഉണ്ടാവുകയുള്ളൂ. അതിനുള്ള സാമർഥ്യം അങ്ങേക്കുണ്ട്. അത് അങ്ങേക്ക് കഴിയട്ടെ എന്ന് ഭൂമി എത്ര മനോഹരമായിട്ടാണ്. ഭൂമി തന്നെയാണ് ഇക്കാര്യം നമ്മളോട് പറയുന്നത്, വേറൊരാളല്ല. ഫമാം ജഗുരുമം രാജൻ ദേവവൃഷ്ടം യഥാവയാം അവർത്താവപി ഭദ്രം തേ ഉപാവർത്തേതമേ വിഭോ. ഹേ വിഭോ രാജൻ, ദേവവൃഷ്ടം പയഹാം അവർത്തൗ അപി യഥാ മേ ഉപാവർത്തേത മാം ഫമാം ച കുരു തേ ഭദ്രം. ഫമാം ജഗുരുമാം രാജൻ ദേവവൃഷ്ടം യഥാപയാം അവർത്താവപി ഭദ്രം തേ ഉപാവർത്തേതമേ വിഭോ. ഫമാം ചകുരുമാൻ രാജൻ ദേവവൃഷ്ടം യഥാപയാം അവർത്താവപി ഭദ്രം തേ ഉപാവർത്തേതമേ വിഭോ. ഇതി പ്രിയം ഹിതം വാക്യം ഭുവ ആദായ ഭൂപതി വത്സം കൃത്വാ മനും പാണാവതുഹത് ഫലൗഷധീഃ. ഇത് പ്രിയം ഹിതം വാക്യം, ഇങ്ങനെ പ്രിയപ്പെട്ടതും ഹിതവുമായ വാക്യത്തെ ഭുവഹ ആദായ, ഭൂമിയിൽ നിന്നും സ്വീകരിച്ചിട്ട്. ആദായ സ്വീകരിച്ചിട്ട്. നമ്മൾ മലയാളത്തിൽ ആദായം എടുക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം എന്താണ്? സ്വീകരിക്കലാണ്. ആദായം എടുക്കുന്നു വേണ്ട, ആദായം എടുക്കലാണ്. അഭുവ ആദായ ഭൂപതി, രാജാവ്. ഇങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ തനിക്ക് വേണ്ടതുമായ ഹിതമുണ്ടാക്കുന്നതുമായ ഭൂമിയുടെ വാക്ക് സ്വീകരിച്ചിട്ട്
രാജാവ് മനും വത്സം കൃത്വ മനുവിനെ വത്സനാക്കിച്ച് എന്താണ് അവിടെ സ്വയംഭൂവനെ കുട്ടിയാക്കി നിശ്ചയിച്ചിട്ട് മനും വത്സം കൃത്വ പാണൗ കയ്യിൽ അതുഹത് കറന്നെടുത്തു ഫക്കല ഔഷധി എല്ലാ ഔഷധികളെയും കൈയാകുന്ന പാത്രത്തിൽ കയ്യിലേക്ക് കറന്നെടുത്തു. ഇപ്പൊ പശുവിനെ കറക്കുന്ന പോലെ അല്ല ഇവിടെ എന്നർത്ഥം. കാരണം എന്താണ്? വിഭവങ്ങളാ കറന്നെടുക്കുക. അപ്പൊ എന്താണ്? സ്വയംഭൂവനുവിനെ ഈ ഭൂമിയുടെ ഒരു പുത്രനായി സങ്കല്പിച്ചത് ആദ്യമുണ്ടായ മനുവാണ്. ആ മനുവിനെ പുത്രനായി സങ്കല്പിച്ചിട്ട് തൻ്റെ കൈയാകുന്ന പാത്രത്തിൽ എല്ലാവിധ സസ്യജാലങ്ങളും വ്രീഹികളും ഒക്കെ എന്ത് ചെയ്തു? അങ്ങനെ കറന്നെടുത്തു, ഉപയോഗിക്കാൻ പാകത്തിനാക്കി തീർത്തു. ഇതി പ്രിയം ഹിതം വാക്യം ഭുവ ആദായ ഭൂപതീം വത്സം കൃത്വാ മനും പാണാവതുഹത് സകലൗഷധി. ഇതി ഭുവഃ പ്രിയം ഹിതം വാക്യം ഭൂപതി ആദായ മനും വത്സം കൃത്വാ പാണൗ സകലൗഷധീ അതുഹത്. ഇതി പ്രിയം ഹിതം വാക്യം ഭുവ ആദായ ഭൂപതി വത്സം കൃത്വാ മനും പാണാവതുഹത് സകലൗഷധീ. ഇതി പ്രിയം ഹിതം വാക്യം ഭുവ ആദായ ഭൂപതി വത്സം കൃത്വാ മനും പാണൗ അതുഹത് സകലൗഷധീ. ഇതി പ്രിയം ഹിതം വാക്യം ഭുവ ആദായ ഭൂപതി വത്സം കൃത്വാ മനും പാണൗ അതുഹത് സകലൗഷധി. പാണൗ അതുഹത് എന്ന് പദം വിധിച്ച് പറയാം. ഒന്നിച്ചാണെങ്കിൽ പാണാവതുഹത് എന്നും വായിക്കാം. തഥാപരേജ സർവത്ര ഭാരമാദദേ ബുദ്ധ്യാഹം തതൊന്യച്ച യഥാകാമം ദുദുഹു പ്രതിഭാവിതാം. തഥാ അപരേജ സർവത്ര, തഥാ അങ്ങനെ, അപരേ മറ്റുള്ളവർ, സർവത്ര എല്ലായിടത്തും, ഭാരം ആദത്തെ ഭാരത്തെ സ്വീകരിക്കുന്നു, ബുധാഹ പണ്ഡിതന്മാർ. അപരേ ബുധാഹ മറ്റുള്ള പണ്ഡിതന്മാർ, സർവത്ര ഭാരം ആദതെ ഭൂമിദേവി പറഞ്ഞ വാക്കിന്റെ ഭാരത്തെയാണ് രാജാവ് സ്വീകരിച്ചത്. അപരേ ബുധാഹ സർവത്ര ഭാരം ആദത്തെ. ഇങ്ങനെ തന്നെ മറ്റെല്ലാ വിദ്വാൻമാരും എല്ലാറ്റിൻ്റെയും ഭാരത്തെയാണ് സ്വീകരിക്കുന്നത്. തതോ അന്യച്ച അതുകൊണ്ട് മറ്റുള്ളവരാലും യഥാകാമം ദുദുഹു കാമാനുസരണം കറന്നെടുത്തു പൃഥുഭാവിതം പൃഥുവിനാൽ ഭാവിതമായ സങ്കല്പത്തിൽ ഉണ്ടാക്കപ്പെട്ട സ്വാധീനിപ്പിക്കപ്പെട്ട ആ ഭൂമിയെ ഓരോരുത്തരും അവരുടെ കാമനയ്ക്കനുസരിച്ച് കിടക്കാൻ തുടങ്ങി. ഇതേപോലെ മറ്റു പലരും, ഇപ്പൊ പറഞ്ഞ ആരുടെ പേരാണ്? മനു. മനു കുട്ടിയായി, രാജാവ് കയ്യിലാണ് എന്ത് ചെയ്ത് കറന്നെടുത്തത്. അങ്ങനെ ഔഷധികളെയാണ് കറന്നെടുത്തത്. ഇതുപോലെ ഭൂമിയിലെ സകല വസ്തുക്കളും അതിൻ്റെ സാരാംശത്തെ ബുധന്മാർ അതിന് പാകപ്പെട്ട കുട്ടികളെ വിട്ട് കുടിപ്പിച്ച് കുട്ടികളെ കൊണ്ട് അതാത് പാത്രങ്ങളിൽ ക്ഷീരമയമായ സമസ്ത കാമനകളെയും കറന്നെടുത്തിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് ചിലത് സൂചനകൾ മാത്രം കൊടുത്തു തീർക്കാം അവിടെ. തഥാപരേജ സർവത്ര ഭാരം ആദതേ ഭാരം ആദതേ ബുധാഹം തതൊന്യച്ച യഥാകാമം ദുദുഹു പൃഥുഭാവിതം. അഥ അവരെ ബുധാഹ സർവത്ര ഭാരം ആദദത്തെ ആദദത്തെ സ്വീകരിക്കുന്നു. തതഃ അന്യേച പൃഥുഭാവിതാം യഥാകാമം ദുദുഹു. തഥാപരേജ സർവത്ര ഭാരം ആദദത്തെ ബുധാം
തതൊന്യച്ച യഥാകാമം ദുദുഹു പൃഥുഭാവിതാം തഥാപരേജ സർവത്ര ഫാരമാദദേ ബുധാം തതൊന്യച്ച യഥാകാമം ദുദുഹു പൃഥുഭാവിതാം ഋഷയോ ദുദുഹുർദേവീം ഇന്ദ്രിയേഷ്വഥഫത്തമാം വത്സം ബൃഹസ്പതിം കൃത്വാ പയച്ഛബ്ദോമയം ശുചീം. ആദ്യം വരെ പറയാണ്. ഋഷയഹ ദുദുഹു, ഋഷിമാർ കർന്നെടുത്തു. ഋഷയോ ദുദുഹു ദേവീം ഇന്ദ്രിയേഷു അഥ ഫത്തമാം, ഇന്ദ്രിയേഷു ഇന്ദ്രിയങ്ങളിൽ, ദേവീം ഭൂമിയെ, ദുദുഹു ദേവീം ഭൂമി ദേവിയെ ഋഷിമാർ ദോഹനം ചെയ്തു, കറന്നു. ഇന്ദ്രിയേഷു അഥ ഫത്തമ, ഹേ ഫത്തമ എന്നുള്ള സംബോധനയാണ്. ഉത്തമനായിരിക്കുന്നവനെ, സജ്ജനങ്ങളിൽ മുഖ്യമായിരിക്കുന്നവനെ ഋഷിമാരെ ഭൂമിദേവിയെ കറന്നു. വത്സം ബൃഹസ്പതി കൃത്വ, കുട്ടിയായിട്ട് ബൃഹസ്പതിയെ നിശ്ചയിച്ചു. പയഹ ഛന്ദോമയം ശുചി, വേദമയമായ പാലിനെ, ഛന്ദോമയമായ പാലിനെ, വേദമയമായ പാലിനെ ഇന്ദ്രിയേഷു ദുദുഹു, ഇന്ദ്രിയങ്ങളിലേക്ക് കറന്നു. ഇന്ദ്രിയങ്ങളാണ് പാത്രം. വേദങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ്? ഇന്ദ്രിയത്തിൽ കൂടി, ചെവിയിൽ കൂടിയാണ് വേദങ്ങൾ കേൾക്കുന്നത്. അപ്പം ഋഷിമാരെ ഈ ഭൂമിയിൽ നിന്നും വേദം കറന്നെടുത്തു. അത് എന്തുകൊണ്ട് കറന്നെടുത്തു? ചെവി എന്ന പാത്രത്തിൽ. അതുകൊണ്ട് വേദത്തിന് ശ്രുതി എന്ന് പേരായി. അത് കേട്ട് പഠിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോന്നിനെ കറന്നെടുത്തു എന്ന് പറയാൻ പോവാണ്. ഇവിടെ പാലല്ല വിഷയം. പാലുപോലെയുള്ള വിഭവങ്ങൾ ഓരോന്നും കറന്നെടുക്കും. അതിന് കാരണക്കാരനായ ഒരാൾ ഉണ്ടാവണം. അത് ഉപയോഗിക്കാൻ ഒരു പാത്രം ഉണ്ടാവും. ഇവിടെ ഋഷിമാരാണ് കറന്നെടുക്കുന്നത്. ആരെയാണ്? ഭൂമിയെ. ഒരു കുട്ടിയായിട്ട് ആരെ വിട്ടു? ദേവഗുരുവായ ബൃഹസ്പതിയെ വിട്ടു. കിട്ടിയതോ പാല്, വേദമയമായ പാല്. അത് എന്തിലേക്ക് കറന്നെടുത്തു? ചെവിയിലേക്ക്. ഋഷയോ ദുദുഹുർദേവീമിന്ദ്രിയേഷ്വഥഫത്തമാം വത്സം ബൃഹസ്പതിം കൃത്വാ പയച്ഛന്ദോമയം ശുചീം. ഹി ഫത്തമ ഋഷയഃ ബൃഹസ്പതിം വത്സം കൃത്വാ ദേവീം ശുചീം ഛന്ദോമയം പയഃ ഇന്ദ്രിയേഷു ദുദുഹു. ഋഷയോ ദുദുഹുർദേവീം ഇന്ദ്രിയേഷ്വഥഫത്തമാം വത്സം ബൃഹസ്പതിം കൃത്വാ പയച്ഛന്ദോമയം ശുചീം. ഋഷയോ ദുദുഹുർദേവീം ഇന്ദ്രിയേഷ്വഥഫത്തമാം വത്സം ബൃഹസ്പതിം കൃത്വാ പയച്ഛന്ദോമയം ശുചീം. കൃത്വാ വത്സം ഫുരഗണാഹം ഇന്ദ്രം സോമദോദുഹൻ ഹിരൺമയേന പാത്രേണ വീര്യമോജോബലം പയാം. ഫുരഗണാഹ ദേവന്മാർ ഇന്ദ്രം വത്സം കൃത്വ, ഇന്ദ്രനെ കുട്ടിയാക്കി ചെയ്തിട്ട്, കൃത്വാ വത്സം, വത്സം കൃത്വ കുട്ടിയാക്കി ചെയ്തിട്ട്, ഇന്ദ്രം ഇന്ദ്രനെ, സോമം അദൂദുഹൻ സോമത്തെ കറന്നെടുത്തു. സോമം അദൂദുഹൻ എങ്ങനെയാണ്? ഹിരൺമയേന പാത്രേണാം, സ്വർണമയമായ ഒരു പാത്രത്തിൽ, ഹിരൺമയമായ പാത്രത്തിൽ. എന്തൊക്കെയാണ് കറന്നെടുത്തത്? വീര്യം, ഓജോ, ബലം. വീര്യം, ഓജസ്, ബലം, ഇതൊക്കെ പാലിന്റെ രൂപത്തിൽ പാലാക്കി അദൂദുഹൻ കറന്നെടുത്തു. ഋഷിമാർ വേദത്തെ കറന്നെടുത്തു. ദേവന്മാർ ഇന്ദ്രനെ കുട്ടിയാക്കിയിട്ട് സ്വർണപാത്രത്തിൽ എന്തൊക്കെയാണ് കറന്നെടുത്തത്?
വീര്യം, ഓജസ്, ബലം. വീര്യം വേണം, ഓജസ് വേണം, ബലവും വേണം. ഇത് മൂന്നുമാണ് ദേവന്മാർക്കല്ല മനുഷ്യർക്കും ഏവർക്കും ആവശ്യമുള്ളത് ആയ 3 വിഭവങ്ങളാണ് ഇവ മൂന്നും. അത് മൂന്നും ദേവസമൂഹത്തിന് ഉചിതമായ ബലം വേണം, അതിൻ്റെ പാകത്തിന് ശക്തി വേണം, അതിൻ്റെ പാകത്തിന് തിളക്കം, ഓജസ് വേണം. വീര്യം വേണം, ഓജസ് വേണം, ബലം വേണം. അത് മൂന്നും സ്വർണപാത്രത്തില് ഇന്ദ്രനെ കുട്ടിയാക്കിയിട്ട് ദേവന്മാർ കറന്നെടുത്തു. കൃത്വാവൽഫം സുരഗണാഹം ഇന്ദ്രം സോമമദൂതുഹൻ ഹിരൺമയേന പാത്രേണ വീര്യോജോബലം പയാം. സുരഗണാഹ ഇന്ദ്രം വത്സം കൃത്വാ ഹിരൺമയേന പാത്രേണ വീര്യം ഓജഃ ബലം സോമം പയഃ അദൂതുഹൻ. കൃത്വാവൽഫം സുരഗണാഹ ഇന്ദ്രം സോമമദൂതുഹൻ ഹിരൺമയേന പാത്രേണ വീര്യമോജോബലം പയാം. കൃത്വാവൽഫം സുരഗണാഹം ഇന്ദ്രം സോമമദൂതുഹൻ ഹിരൺമയേന പാത്രേണ വീര്യമോജോബലം പയാം. കൃത്വാവൽഫം സുരഗണാഹം ഇന്ദ്രം സോമമദൂതുഹൻ ഹിരൺമയേന പാത്രേണ വീര്യമോജോബലം പയഹാം. ഓജസ് വേണം, വീര്യം വേണം, ബലവും വേണം. വീര്യം മനസ്സിൻ്റെ ശക്തിയാണ് വീര്യം. ഓജസ് ഇന്ദ്രിയങ്ങളുടെ ശക്തിയാണ്. ബലം ശരീരശക്തിയാണ്. ഇത് മൂന്നും വേണം. മനഃശക്തി വേണം, ഇന്ദ്രിയങ്ങൾക്ക് ശക്തി വേണം, ശരീരത്തിന് ബലവും വേണം. ഇത് മൂന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നുമില്ലാണ്ടാവും. ശരീരത്തിന് ബലമില്ലെങ്കിൽ അത് പോയി, മനസ്സിന് ബലമില്ലെങ്കിൽ അതും പോയി, ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ അതും പോയി. കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല, സ്വാതറിയാനും പറ്റില്ല, ഒന്നും പറ്റില്ല. ഇത് മൂന്നും എന്ത് ചെയ്തു? ദേവന്മാർ ആദ്യം ഇന്ദ്രനെ കുട്ടിയാക്കിക്കൊണ്ട് കറന്നെടുത്തു. കൃത്വാവൽഫം സുരഗണാഹ ഇന്ദ്രം സോമമദൂതുഹൻ ഹിരൺമയേന പാത്രേണാം വീര്യമോജോബലം പയാം. സുരഗണാഹ ഇന്ദ്രം വത്സം കൃത്വാ ഹിരൺമയേന പാത്രേണ വീര്യം ഓജഃ ബലം സോമം ച പയഃ അദൂതുഹൻ. കൃത്വാവൽഫം സുരഗണാഹ ഇന്ദ്രം സോമമദൂതുഹൻ ഹിരൺമയേന പാത്രേണ വീര്യമോജോബലം പയാം. കൃത്വാവൽഫം സുരഗണാഹ ഇന്ദ്രം സോമമദൂതുഹൻ ഹിരൺമയേന പാത്രേണ വീര്യമോജോബലം പയാം. ദൈതേയാദാനവാവൽഫം പ്രഹ്ലാദമുസുദർഷഭം വിധായ അദൂതുഹൻ ക്ഷീരമയപാത്രേ സുരാസവം. ദൈതേയാഹ ദൈത്യന്മാർ, അസുരന്മാർ, ദാനവാഹ ധനുവിൽ നിന്നുണ്ടായവരായ അദാനവന്മാർ, വത്സം പ്രഹ്ലാദം അസുരർഷഭം വിധായ പ്രഹ്ലാദനെ വത്സനൊക്കെ ചെയ്തു. എന്താ കാരണം? അസുരർഷഭനാണ്. അസുരന്മാരിൽ വെച്ച് ഋഷഭനാണ്. ഋഷഭൻ ശ്രേഷ്ഠൻ. അസുരർഷഭം, അസുരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ പ്രഹ്ലാദനെ കുട്ടിയാക്കിയിട്ട് അസുരന്മാർ കറന്നെടുത്തു. അദൂതുഹൻ കറന്നു. ക്ഷീരമയ പാത്രേ സുരാസവം സ്വർണമയമായ പാത്രത്തില് മദ്യം കറന്നെടുത്തു ഭൂമിയിൽ നിന്നും. ഇതൊക്കെ അന്നേ ഉള്ള വസ്തുക്കൾ തന്നെയാണ്. മദ്യം എല്ലാവർക്കും ഉപയോഗിക്കാനല്ല, അസുരന്മാർക്ക് ഉപയോഗിക്കാനുള്ളവരാണ്. ആസുര ശക്തിയുടെ ബലം കൂട്ടി അത് അവരെ തന്നെ നശിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് ഈ പാൽക്കടൽ കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ആ മദ്യത്തെ ഭഗവാൻ ദേവന്മാർക്ക് കൊടുക്കാതെ അസുരന്മാർക്ക് കൊടുത്തപ്പോൾ ദേവന്മാർ ചോദിച്ചു, ഇത് നിരോധിക്കേണ്ട വസ്തുവല്ലേ ഭൂമിയിൽ? ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, അതിവിടെ ഉണ്ടാവട്ടെ. അത് കഴിച്ച് മതമത്തരായി തങ്ങളിൽ തല്ലി കുറെ ദുഷ്ടാത്മാക്കൾ തന്നെ നശിച്ചോളൂ. ആരും അവരെ കൊല്ലാനൊന്നും പോകണ്ട.
അതിവിടെ വന്നോട്ടെ എന്ന് അന്നേ കൊടുത്ത അനുമതിയാണ്. അതുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, കുറയ്ക്കാൻ കുറേയൊക്കെ അത്ര മാത്രമേ ഉള്ളൂ. ഇത് കുടിക്കുന്ന കുറേ പേരുണ്ടാകും, അത് ദുഷ്ടാത്മാക്കളാണ്. അവരെ ഇത് കുടിക്കാൻ പോവുള്ളൂ, അത് തന്നെത്താൻ തല്ലി നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് അസുരന്മാര്, ദൈതേയന്മാര് ഈ പ്രഹ്ലാദൻ എന്ന ആ ഒരു കുഞ്ഞു കുട്ടിയാക്കിക്കൊണ്ട് ക്ഷീരമയമായ പാത്രത്തിൽ സുരാസവം ആയ ക്ഷീരത്തെ കർന്നെടുത്തു. ദൈതേയാദാനവാവത്സം പ്രഹ്ലാദമുസുരർഷഭം വിധായ അദൂദുഹൻ ക്ഷീരമയ പാത്രേ സുരാസവം. ദൈതേയാः ദാനവാः അസുരർഷഭം പ്രഹ്ലാദം വത്സം വിധായ അയപ്പാത്രേ സുരാസവം ക്ഷീരം അദൂദുഹൻ. ദൈതേയാദാനവാः വത്സം പ്രഹ്ലാദമുസുരർഷഭം വിധായ അദൂദുഹൻ ക്ഷീരം അയപ്പാത്രേ സുരാസവം. ദൈതേയാദാനവാവത്സം പ്രഹ്ലാദമുസുരർഷഭം വിധായ അദൂദുഹൻ ക്ഷീരം അയപ്പാത്രേ സുരാസവം. ഗന്ധർവപ്സരസോധുക്ഷൻ പാത്രേ പത്മമയേ പയാം വത്സം വിശ്വാവസും കൃത്വാ ഗാന്ധർവം മധുസൗഭഗം. ഗന്ധർവന്മാരും അപ്സരസുകളും അധുക്ഷൻ കർന്നു പാത്രേ പത്മമയേ പാത്രേ പയഃ അധുക്ഷൻ. പത്മമയമായ പാത്രത്തിൽ, താമരയാകുന്ന പാത്രത്തില് അവര് പയഃ അധുക്ഷൻ പാല് കടന്നു. വിശ്വാവസും വത്സം കൃത്വ, വിശ്വാവസുവിനെ, വിശ്വദേവനെ കുട്ടിയാക്കി മാറ്റിയിട്ട് ഗാന്ധർവം മധു സൗഭഗം, സൗഭാഗ്യം തരുന്ന ഗന്ധർവന്മാർക്ക് ചേരുന്ന മട്ടിലുള്ള മധുവാകുന്ന പാല്. ഗാന്ധർവം മധു പയഃ, സൗഭഗം ഗാന്ധർവം മധു പയഃ. സൗഭഗമായ ഗന്ധർവന്മാർക്ക് ചേരുന്ന ഗന്ധർവ സംബന്ധിയായ മധുവാകുന്ന പാലിനെ താമരയാകുന്ന പാത്രത്തില് ഗന്ധർവന്മാരും അപ്സരസുകളും വിശ്വാസുവിനെ കുട്ടിയാക്കിക്കൊണ്ട് കർന്നെടുത്തു. ഗന്ധർവ അപ്സരസോ അധുക്ഷൻ പാത്രേ പത്മമയേ പയാം വത്സം വിശ്വാവസും കൃത്വാ ഗാന്ധർവം മധുസൗഭഗം. ഗന്ധർവ അപ്സരസഃ വിശ്വാവസും വത്സം കൃത്വാ പത്മമയേ പാത്രേ ഗാന്ധർവം മധു പയഃ സൗഭഗം അധുക്ഷൻ. ഗന്ധർവാപ്സരസോധുക്ഷൻ പാത്രേ പത്മമയേ പയാം വത്സം വിശ്വാവസും കൃത്വാ ഗാന്ധർവം മധുസൗഭഗം. ഗന്ധർവാപ്സരസോധുക്ഷൻ പാത്രേ പത്മമയേ പയാം വത്സം വിശ്വാവസും കൃത്വാ ഗാന്ധർവം മധുസൗഭഗം. വത്സേന പിതര്യോര്യംണാ കവ്യം ക്ഷീരമധുക്ഷത ആമപാത്രേ മഹാഭാഗാ ശ്രദ്ധയാ ശ്രാദ്ധദേവതാഹം. വത്സേന പിതരോ അര്യംണ, പിതരഃ പിതൃക്കൾ, അര്യംണ വത്സേന അര്യമാവ് എന്ന കുട്ടിയെ കൊണ്ട് കവ്യം ക്ഷീരം, കവ്യമായ ക്ഷീരത്തെ അധുക്ഷത കർന്നെടുത്തു. കവ്യം ധീരം അധുക്ഷത, കവ്യമായ ക്ഷീരത്തെ അവർ കർന്നെടുത്തു. ഇതിലാണ് ആമപാത്രേ, പച്ചപാത്രത്തിൽ, ചുട്ടെടുക്കാത്ത പാത്രം, അതിനാണ് ആമപാത്രം എന്ന് പറയുന്നത്. മഹാഭാഗാഹ മഹാഭാഗ്യവാന്മാരായ അവർ ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടി ശ്രാദ്ധദേവതാഹ ശ്രാദ്ധദേവതകളായ അവർ പിതൃക്കൾ അര്യമാവിനെ കുട്ടിയാക്കി മാറ്റിയിട്ട്
കവ്യമെന്ന ക്ഷീരത്തെ ആമപാത്രത്തിൽ ശ്രദ്ധയോടുകൂടി കറന്നെടുത്തു. ദേവന്മാരുടെ ഗണത്തിൽ ഒരു സംഘമാണ് പിതൃക്കൾ. അവരെ ഉദ്ദേശിച്ചിട്ടാണ് തർപ്പണം ചെയ്യുന്നത്. പിതൃതർപ്പണം എന്ന് പറയും. അവരെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് അവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. ശ്രാദ്ധത്തിൽ അവർക്ക് അവരുടേതായ ഭാഗമായ ഹവിഫ് സ്വീകരിക്കാൻ അധികാരമുണ്ട്. അതുകൊണ്ട് അവരെ ശ്രാദ്ധ ദേവതകൾ എന്ന് പറയും. ശ്രാദ്ധത്തിൽ സമർപ്പിക്കുന്ന പിണ്ഡമാകുന്ന ഹവിഫ് സ്വീകരിക്കാൻ പറ്റുന്നവർ. അങ്ങനെയുള്ള ആ പിതൃദേവന്മാരെ അവരുടെയൊക്കെ നേതാവായ അജിയമാവിനെ കുട്ടിയാക്കി മാറ്റിയിട്ട് അന്നമായിരിക്കുന്ന കാവ്യത്തെ, അധികം വേകാത്ത ചോറിൻ്റെ പേരാണ് കവ്യം എന്ന്. ബലിക്ക് ഉപയോഗിക്കുന്ന ഉണക്കച്ചോറിന് പ്രത്യേകം കൊടുക്കുന്ന ഒരു പേരാണ് കവ്യം. അത് അധികം വേകാൻ പാടില്ല എന്നാണ്. കാരണം പിതൃക്കൾക്ക് അങ്ങനെ ആവശ്യമുള്ളൂ. പക്ഷെ നമുക്കൂടെ ബാക്കി കഴിക്കണം എന്ന് കരുതി അതിനെ വേവിച്ച് എടുത്ത് നമ്മൾ കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈഷൽപക്തം, അല്പം പചിച്ചതിൻ്റെ പേരാണ് കവ്യം എന്ന്. അതുകൊണ്ട് ഈ കവ്യമാണ് അവർ കറന്നെടുത്തത്. കാരണം അവർക്ക് വേണ്ടത് കവ്യമാണ്. പിതൃക്കൾ അരിയമാവിനെ കുട്ടിയാക്കി മാറ്റിയിട്ട് കവ്യമെന്ന ക്ഷീരത്തെ കറന്നെടുത്തു. പച്ചപാത്രത്തിലാണ്, ശ്രദ്ധയോടുകൂടിയാണ് ശ്രാദ്ധദേവതകളായ അവർ കറന്നെടുത്തത്. വൽഫേന പിതര്യുര്യംനാ കവ്യം ക്ഷീരമധുക്ഷതാം ആമപാത്രേ മഹാഭാഗാ ശ്രദ്ധയാ ശ്രാദ്ധദേവതാം. മഹാഭാഗാः ശ്രാദ്ധദേവതാः പിതരः അര്യംനാ വൽഫേന ആമപാത്രേ കവ്യം ക്ഷീരം ശ്രദ്ധയാ അധുക്ഷത. വൽഫേന പിതര്യുര്യംനോ കാവ്യം ക്ഷീരമധുക്ഷതാം ആമപാത്രേ മഹാഭാഗാ ശ്രദ്ധയാ ശ്രാദ്ധദേവതാം. വൽഫേന പിതരോ അര്യംനാ കാവ്യം. പിതരോ അര്യംന, പിതരോര്യംന എന്ന് കൂടി ചേർന്നാണ്. വൽഫേന പിതരോ അര്യംന കവ്യം ക്ഷീരമധുക്ഷതാം ആമപാത്രേ മഹാഭാഗാ ശ്രദ്ധയാ ശ്രാദ്ധദേവതാഹം. വൽഫേന പിതരോര്യംന കവ്യം ക്ഷീരമധുക്ഷതാം ആമപാത്രേ മഹാഭാഗാ ശ്രദ്ധയാ ശ്രാദ്ധദേവതാഹം. വൽഫേന പിതരോര്യംന കവ്യം ക്ഷീരമധുക്ഷതാം ആമപാത്രേ മഹാഭാഗാ ശ്രദ്ധയാ ശ്രാദ്ധദേവതാഹം. നമ്മളെ സമയമായിരിക്കാണ്. അടുത്ത 2 ശ്ലോകം ഒന്നിച്ച് പറയേണ്ടതാണ്. നമുക്ക് പെട്ടെന്ന് തീരില്ല. അതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഉപസംഹരിച്ചതിന് ശേഷം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.